ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഓണം സ്പെഷ്യൽ ഒരു നാരങ്ങ കറിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ വലിയ നാരങ്ങ ഉണ്ടാവുമല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഓരോ നാട്ടിലും ഓരോ പേര് വെച്ചാൽ വിളിക്കുക, എനിക്ക് എക്സാക്ട് പേര് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എൽ ജിൻ്റെ കായം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഉലുവപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ശർക്കര അല്ലെങ്കിൽ വെല്ലം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും ഇതിനകത്ത്. ഇനി നമ്മൾ കുറച്ച് തിളച്ച വെള്ളം കുറച്ച് തിളപ്പിച്ചെടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തോളം ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ ഈ പുളി ഫസ്റ്റ് തന്നെ കുതിർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇത് മിക്സായി കിട്ടും. അപ്പോൾ ഇതുപോലെ പറിച്ച് എടുത്താൽ മതി. നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇത് ഉതിർത്തെടുത്തിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മളിത് അടച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആദ്യം അങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നീട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ നാരങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഉൾ പോർഷനൊന്നും വേണ്ട. അതുപോലെ ഇതിന് തോല് ഇങ്ങനെ ചെത്തിക്കളയാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ എല്ലാ പീസും അതിൻ്റെ എല്ലാ ഭാഗവും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഫുള്ളൊന്നും എടുത്തിട്ടില്ല. പകുതി നാരങ്ങ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ എല്ലാ പീസുകളും നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നാരങ്ങ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അത് കട്ടിങ് പ്രോസസ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇഞ്ചിയും ഞാൻ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കണം നമ്മൾ. ഒരു നല്ല നൈഫ് വെച്ച് നമ്മളിങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിയണം. ഓക്കെ, ഇഞ്ചി അത്യാവശ്യം നന്നായിട്ട് എടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളിങ്ങനെ നീളത്തിലാണ് കേട്ടോ, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. ഒരു 15 to 20 ചെറിയ വെളുത്തുള്ളീൻ്റെ അല്ലികൾ നമുക്ക് എടുക്കാം. അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ. അപ്പോൾ അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പച്ചമുളകാണ് കട്ട് ചെയ്യേണ്ടത്. അതും നമ്മളൊരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുറച്ച് മൂത്ത പച്ചമുളകാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നത്, ഓറഞ്ച് കളറിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ പച്ചമുളകും ചെറിയ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. റൗണ്ടായിട്ട് നമ്മൾ നല്ല കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കട്ടിങ് പ്രോസസ്സ്. ഇതിനകത്ത് കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. മെയിനായിട്ട് ഇതൊക്കെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, അതുപോലെ തന്നെ നാരങ്ങ കട്ട് ചെയ്യുന്നതിനും ഒരു വേ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാരങ്ങ ഇതുപോലെ നീളത്തിലെടുത്തിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അമ്മ ഇതിന് എക്സ്പേർട്ടാണ്. ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാൻ അമ്മയാണ് എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നാരങ്ങാക്കറി നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഒരു കട്ടി പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല മൂത്ത മണം വരണം. അതുവരേക്കും നമ്മളിത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം കുറച്ച് എണ്ണ വേണം കേട്ടോ. അത് അച്ചാറാണല്ലോ, കുറച്ച് നാൾ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റിയ അച്ചാർ ടൈപ്പ് കറി എന്ന് പറയും. സ്റ്റിൽ ഒരു അച്ചാർ പോലത്തെ സംഭവം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരും മൂത്ത് വരുമ്പോൾ. ആ സമയത്ത് തീ കുറച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 to 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. അത് കുറച്ച് നല്ല ക്വാണ്ടിറ്റി എടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുക. ഒരു 3.5 to 4 ടേബിൾ സ്പൂൺ. ഓക്കെ, എന്തായാലും എരിവ് അധികം ഉണ്ടാവില്ല, നല്ല കളറ് കിട്ടും ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി അധികം ഇത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തീ കുറച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചില്ലി പൗഡർ നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം, നല്ലൊരു സ്മെൽ വരും. അതുവരേക്കും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിതിനകത്തേക്ക് ബാക്കി ചേരുവകൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ആക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ് അല്ലേ. അപ്പോൾ നമുക്കിത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഓണം സിറ്റികളിലൊക്കെ ഒരുപാട് നാൾ ഓണം സെലിബ്രേഷൻ നടക്കും. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഉണ്ടാവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കായം പൗഡർ ഇട്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കായം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ
നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊരു തിള വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നല്ലതായിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഉപ്പ് മിക്സ് ചെയ്തിട്ട് മുന്നേ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് നല്ലോണം ആഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും നമ്മൾ കുറച്ച് കയറി നിൽക്കണം ഉപ്പൊക്കെ. ഇതേ സമയത്ത് നമ്മൾ നേരത്തെ വെച്ച ആ പുളിവെള്ളം റെഡിയാണ്. അപ്പോൾ ഈ പുളിവെള്ളം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നന്നായിട്ട് പുളിവെള്ളവും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അളവ് നോക്കുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം പുളിയും വേണം നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ വെല്ലം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ചെറിയൊരു മേ ബി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. പക്ഷേ പുളി കുറച്ച് ഏറി നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇതേ ക്വാണ്ടിറ്റി, അത് അങ്ങനെ നോക്കിയാൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ വെല്ലം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ട അതിനനുസരിച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. പച്ചവെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മളിത് നല്ലതായിട്ട് തിളക്കാൻ വെക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി നാരങ്ങാ കറി റെഡിയാണ്. അപ്പോൾ ഓണം സ്പെഷ്യലാണ്. ഇച്ചിരി വൈകിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്ന അറിയാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇത് സ്റ്റോർ ചെയ്താൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദോശയ്ക്കും ചോറിനും എല്ലാം കൂട്ടാൻ പറ്റിയാണ്. അതിന് നമുക്കൊരു താളിപ്പും റെഡിയാക്കണം. വീണ്ടും നല്ലെണ്ണയിൽ തന്നെയാണ് നമ്മൾ താളിപ്പ് ഇടുന്നത്. അതിനകത്തേക്ക് കടുക്, കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉലുവാപ്പൊടി ലാസ്റ്റിലും നമ്മളിതിലിട്ട് കൊടുക്കും. കുറച്ച് ഉലുവാപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ താളിപ്പ് ചെയ്താൽ ഇത് നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഗ്ലാസ് ബോട്ടിലിൽ നല്ല ഉണക്കി തുടച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ് ബോട്ടിലിൽ ട്രാൻസ്ഫർ ചെയ്താൽ കുറേ നാളത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ഇതുപോലത്തെ നല്ല റെസിപ്പീസായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.